നമ്മൾ അതേ ഭാവത്തിൽ തന്നെ നമ്മൾ ചന്ദ്രഖണ്ഡയെ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ത്രിപുരസുന്ദരിയെയും പ്രാർത്ഥിച്ച്, അപ്പോൾ ചന്ദ്രഖണ്ഡയെ അറിഞ്ഞ് പ്രാർത്ഥിച്ച് ചന്ദ്രഖണ്ഡ എന്താണ് നമ്മളിലേക്ക് എപ്പോഴും സദാ തന്നുകൊണ്ടേയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതേപോലെ തന്നെ ത്രിപുരസുന്ദരിയെ പ്രാർത്ഥിച്ച് ത്രിപുരസുന്ദരിയിൽ 3 പുരങ്ങൾ എന്താണ് എന്ന് ഉണർന്നു. എല്ലാം നമ്മളിലേക്ക് തന്നെ ശക്തിമത്താകുന്ന ചൈതന്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ ആദ്യത്തെ മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യത്തെ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നാളത്തെ മൂർത്തികളെക്കുറിച്ച് പറയാം. വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ, എന്തുകൊണ്ടാണ് നമ്മൾ തലേ ദിവസം പറയുന്നതെന്ന് അറിയാമല്ലോ. പിറ്റേ ദിവസം നമുക്ക് ആ പ്രഭാതം മുതൽ രാത്രികാലം വരെ നമ്മൾ ഈ ധ്യാനത്തിൽ വരുന്നവരെ ആ ധാരണകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ദിവസം മുന്നേ കൂട്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നവരാത്രി പൂജയുടെ മഹനീയതയെ അറിഞ്ഞുകൊണ്ട് നവരാത്രിയുടെ ദീപ്തമയമായ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ മഹാസത്യങ്ങളിൽ ഒന്നാണ് 4ാമത്തെ ദിവസം അറിയാൻ പോകുന്നത്. ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു, 2ാമത്തെ ഘട്ടം തുടങ്ങി എന്ന് സാരം. നവരാത്രിയുടെ പ്രധാനപ്പെട്ട 1ാം ഘട്ടം പൂർത്തിയായിരിക്കുന്നു. നാളെ മുതൽ 2ാം ഘട്ടം തുടങ്ങുകയാണ്. 2ാം ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നല്ലേ, നവദുർഗകളിലെ ഓരോ സാന്നിധ്യങ്ങളെയും നമ്മൾ പറയുമ്പോൾ നവരാത്രി എന്ന ആചാരം, എന്ന ഉത്സവം, എന്ന ആഘോഷം ഏത് തരത്തിലായാലും നമ്മളിലെ സാധനാ ഗുണത്തെ, നമ്മളിലെ ഉപാസനാ ഗുണത്തെ ഉണർത്തുവാനുള്ളതാണ്. നിത്യവും ജീവിച്ചു പോകുവാൻ ധനം വേണമെന്നോ അല്ലെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാകണമെന്നോ എന്നുള്ള പ്രാർത്ഥനയ്ക്കെല്ലാം അപ്പുറത്ത് നവരാത്രി നമ്മളെ അറിവിലേക്കാണ് കൈപിടിച്ച് നടത്തുന്നത്. ജ്ഞാനമുണ്ടാകണം, പൂർണ്ണമായിട്ടും ആ അറിവിലേക്ക് സഞ്ചരിക്കാനുള്ള വഴി തെളിയണം, ശുദ്ധബോധത്തിലേക്ക് സഞ്ചരിക്കണം. ഈ പ്രാർത്ഥന സർവ്വസാധകരിലുമുള്ള പ്രാർത്ഥനയാണ്, ഉപാസകരിലുമുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ പ്രാർത്ഥന സമർപ്പിക്കാനുള്ള കാലമാണ് നവരാത്രി. ഓരോരുത്തരിലും ഈശ്വരൻ പ്രവർത്തിക്കുന്നത് ഏതൊക്കെ വിധമാണെന്നറിയില്ല. കലകളിലൂടെയാണ്, കലാകാരന്മാരിലൂടെയാണ് ദൈവം തൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ, അതുകൊണ്ട് തന്നെ കലാകാരന്മാർ, കലാകാരികൾ ഏറ്റവും കൂടുതലായി നവരാത്രി കാലത്തെ പ്രധാനമായി കാണുകയും ചെയ്യുന്നു. ഭഗവതിയെ തന്നെയാണ് ഉപാസിക്കുന്നത്, ഭഗവതി ചൈതന്യം തന്നെയാണ് ഉള്ളുണരുന്നത്. എന്നാലും നവരാത്രി കാലത്തിൻ്റെ ചൈതന്യങ്ങളിലേക്ക് വിശേഷമായി നിറയുന്നത് നമ്മളിൽ തന്നെ, ഓരോ മനുഷ്യരിലെയും തന്നെ ആ കലകൾ, കഴിവുകൾ, ജ്ഞാനം ഒക്കെ തന്നെയാണ്. 4ാമത്തെ നാളിൽ നമ്മൾ ഉപാസിക്കുന്നത്, ഇന്ന് 3ാമത്തെ രാത്രിയാണ്, നാളെ ഉപാസിക്കുന്ന മൂർത്തിയെ നമ്മൾ ഇന്ന് പറയുന്നു. അതാണ് നമ്മളുടെ രീതി. കാരണം എങ്കിൽ മാത്രമേ നാളത്തെ ദിവസം പ്രഭാതത്തിൽ മുതൽ ആ മൂർത്തിയെക്കുറിച്ചുള്ള ധാരണ നമ്മളിൽ നിറഞ്ഞു നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മുന്നേ കൂട്ടിയാണ് നമ്മൾ ഈശ്വരമൂർത്തികളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മൂർത്തികളെ മറക്കണ്ട. ചന്ദ്രഖണ്ഡ, അതുപോലെ തന്നെ ദശമഹാവിദ്യകളിൽ നമ്മൾ പറഞ്ഞത് ത്രിപുരസുന്ദരിയെക്കുറിച്ചും. എന്നാൽ 4ാമത്തെ ദിവസത്തിൽ, നാളെ പ്രഭാതത്തിൽ നമ്മൾ ഉപാസിക്കുന്ന മൂർത്തി കുഷ്മാണ്ഡ എന്ന ഭഗവതിയാണ്. കു എന്ന വാക്കിന് ചെറുത് എന്ന് അർത്ഥം. ഊഷ്മ, ഊഷ്മളമായത്. അണ്ഡം, ആ കോസ്മിക് എഗ്, അതാണ് ജീവന് കാരണമാകുന്ന പ്രപഞ്ചത്തിന്റെ ജന്മം മുഴുവനും, ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും ജന്മം നൽകിയ ആ കോസ്മിക് എഗ്, ആ അണ്ഡം, അതാണ് കുഷ്മാണ്ഡ. കുഷ്മാണ്ഡ എന്ന ഭഗവതിയെക്കുറിച്ച് പറയുവാൻ, കുഷ്മാണ്ഡ എന്ന ഊർജത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്കൊരു അവസരം കിട്ടുകയാണ് ഈ ദിവസം. എന്തുകൊണ്ടാണ് ഭഗവതി എന്ന് പറഞ്ഞ ഉടനെ ഊർജം എന്ന് കൂടി എടുത്തു പറയുന്നത്? കാരണം ഇതിൽ നിന്ന് നമ്മൾ നവീനമായത് ചിലത് ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ നവദുർഗമാരിൽ ആദ്യം പറഞ്ഞു, തപസ് ചെയ്യുന്ന പാർവതി ശൈലപുത്രിയായി നിൽക്കുന്നു, നമ്മളിൽ അത് കോൺഫിഡൻസ് നൽകുന്നു. 2ാമത്തെ ദിവസം ബ്രഹ്മചാരിണിയായി നിൽക്കുന്നു, തപസ്വിനി, അത് നമുക്കൊരു കോൺസ്റ്റന്റ് എഫേർട്ടിനുള്ള വഴി തെളിയിക്കുന്നു. 3ാം ദിവസം നമ്മൾ ചന്ദ്രഖണ്ഡ, ചന്ദ്രക്കല ചൂടി മഹാദേവനെങ്കിൽ തന്നുടൽ പാതിയായ ഭഗവതി നമ്മളെ എങ്ങനെയാണ് വിശേഷമായി, നമ്മൾ എങ്ങനെയാണ് ആ ചൈതന്യത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ വിശേഷമായിട്ട് നമ്മളുടെ എന്തിനു വേണ്ടി നമ്മൾ എഫേർട്ട് ഇടുന്നു അതിൻ്റെ ഫ്രൂട്ട് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണരുന്നത് എന്നുള്ളത് ഒരു തരത്തിൽ പറഞ്ഞു. 2ാമത്തേത് കേൾക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും? കേൾക്കാൻ പറ്റുന്നുണ്ട്, ഓക്കെ. അപ്പോൾ 2ാമത്തേതായി നമ്മൾ പറഞ്ഞ എന്താണ്? ഇതൊരു ഗർഭാവസ്ഥയാണ്. ആദ്യത്തെ 3 ദിവസങ്ങൾ ഒരു ഗർഭാവസ്ഥയിൽ നിന്ന് നമ്മൾ പിറവി കൊള്ളുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പിറവി കൊണ്ടു കഴിഞ്ഞ ദിവസമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം നമ്മളൊരു തപസ് ചെയ്തു, അല്ലെങ്കിൽ അതിനുവേണ്ടി അചലമായി നിലകൊണ്ടു, അതിൽ കോൺസ്റ്റന്റ് എഫേർട്ട് ഇട്ടു, ഒടുവിൽ അതിന് ഫലം കണ്ടു, അതിൽ ഫലപ്രാപ്തി ഉണ്ടായി. സാധാരണ കഥകളിലാണെങ്കിലും സിനിമകളിലാണെങ്കിലും
ഒരു കാര്യം, ഇപ്പോൾ ഒരാൾ മറ്റൊരാളിലേക്ക് ചേരാൻ തപസ് ചെയ്തു, അവർ രണ്ടുപേരും വിവാഹം കഴിഞ്ഞു, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒന്നു ചേർന്നു, അപ്പോൾ ദ എൻഡ് എന്നായിരിക്കും വരിക, ശുഭം അല്ലേ, അതോടെ കഴിയുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ സാധനാ ഗുണം എന്നുള്ളതാണ് നമ്മളിൽ ഉണരുന്നത് നവരാത്രി കാലത്ത്. അപ്പം നമ്മൾ ഒരുപാട് കാലത്തിന്റെ നമ്മുടെ ഒരുപാട് കാലത്തിന്റെ ആഗ്രഹമായിട്ടാണ് നമുക്ക് മനുഷ്യജന്മം ലഭിക്കുന്നത്. ആ മനുഷ്യജന്മത്തിന്റെ പിറവികൊള്ളലാണ് ഈ 3 ദിവസം കൊണ്ട് നമ്മൾ സാധിക്കുന്നതെങ്കിൽ ദെൻ അടുത്ത ദിവസം മുതൽ 4-ാം നാൾ മുതൽ ഈ പിറവി കൊണ്ട ജന്മത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ഉള്ളതാണ് പിന്നീടുള്ളത്. അപ്പോൾ ഒരു പിറവി കൊള്ളുക എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. അപ്പം നമ്മളുടെ ഒരു മനുഷ്യജന്മം നമുക്ക് ലഭിക്കുന്നത് ഒരുപാട് കാലത്തെ തപസ്സുകൊണ്ടാണെന്നാണ്. നന്ദനാർ ആണെന്ന് തോന്നുന്നു പാടിയിട്ടുള്ളത്. നന്ദവനത്തിലൊരാണ്ടി അവൻ 4-6 മാതമായി കുയൽവനെ വേണ്ടി കൊണ്ടുവൻറാൾ ഒരു തോன்றി. അതായത് ഒരാൾ ഒരുപാട് ഒരു ആത്മാവ്, അതായത് നന്ദകുലത്തിൽ ഒരു ആണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെയാണ് പറയുന്നത്. ഈ ആത്മാവ് പല കാലങ്ങളിൽ പ്രാർത്ഥിക്കും ഭഗവാനോട്, എനിക്കൊരു മനുഷ്യജന്മം തരണേ, എനിക്കൊരു മനുഷ്യജന്മം നൽകണേന്ന്. അവസാനം 4-6 മാതം, 4-6 10 മാസം ഭഗവാൻ ഒരു അനുഗ്രഹം നൽകി, ഒരു ഗർഭപാത്രത്തിലേക്ക് ഒരു പ്രവേശനവും നൽകി, അവിടെ രൂപം കൊണ്ട് മനുഷ്യനായി പുറത്തേക്ക് വരും. ആ മനുഷ്യജന്മം ഒരു കലശത്തിനോട് ഉപമിക്കുകയാണ്. അപ്പോൾ കുയൽവനെ വേണ്ടി, കുയൽവൻ എന്ന് പറഞ്ഞാൽ ഭഗവാനെ കുശവൻ എന്ന് വിശേഷിപ്പിക്കുകയാണ്. ഈ കുശവനോട് ആവശ്യപ്പെട്ടിട്ട് ജന്മമാകുന്ന മൺകലത്തെ എടുക്കുകയാണ്, അനുഗ്രഹമായിട്ട് ലഭിക്കുകയാണ്. അപ്പൊ ഈ അനുഗ്രഹം കിട്ടിയല്ലോ, മൺകലം കിട്ടിയ ഉടനെ ആഹാ എനിക്ക് ആ മൺകലം കിട്ടിയേ എന്നുള്ള സന്തോഷത്തോടു കൂടി അത് തലയിൽ വെച്ചിട്ട് കൈ പിടിക്കാതെ നൃത്തം ചെയ്യാണ്, ആനന്ദത്താൽ നൃത്തം ചെയ്യാണ്. അത് താഴെ വീണ് പൊട്ടിപ്പോവാണെന്ന്. ഇത് തമിഴിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചൊല്ലാണ്. നമുക്ക് പലരെയും ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും ഉൾപ്പെടെ നമുക്ക് അതിൽ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം വളരെ ആഗ്രഹിച്ച് കിട്ടിയ മനുഷ്യജന്മം. പിന്നെ പിറവി കൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ഓരോ നിമിഷം കഴിയുന്തോറും നമ്മൾ വെറുതെ പറയാണ് ഓരോ നിമിഷവും, അയ്യോ എന്ത് ജന്മം, എന്തൊരു കഷ്ടപ്പാട്, എന്തൊരു ബുദ്ധിമുട്ട്, എന്തൊരു ജീവിതമാണ്. നിങ്ങൾക്ക് ആർക്കും അറിയില്ല എൻ്റെ അവസ്ഥ എന്താണെന്ന്. ആർക്കും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ദുഃഖമാണ് എനിക്കുള്ളത്. എന്തൊക്കെ ദുഃഖങ്ങൾ എനിക്കുണ്ടെന്നറിയോ എന്ന് പറഞ്ഞ് പേർത്തും പണ്ട് കഴിഞ്ഞതും എല്ലാം നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ ദുഃഖങ്ങളെ എന്താ പറയുക വീണ്ടും വളർത്തിക്കൊണ്ടുവരിക, രോഗങ്ങളെ വളർത്തിക്കൊണ്ടുവരിക. ഈ മനോഹരമായി ജീവിക്കേണ്ടുന്ന ജീവിതത്തെ എന്നും ഡെയിലി നമ്മൾ ഓരോരോ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കാം. ഈ മനുഷ്യജന്മത്തെ നമ്മൾ ആഘോഷിക്കുന്നതാണ് അങ്ങനെ. എന്നിട്ടോ ആ കുടം താഴെ വീണ് പൊട്ടിപ്പോകുന്നു. ഒരുപാട് കാലത്തിന്റെ തപസ്സായി കിട്ടിയ ഈ മനുഷ്യജന്മത്തെ എത്രയോ പേർ വേദനിച്ചും ദുഃഖിച്ചും പരിഭവിച്ചും സംഘർഷമായിട്ടും ജീവിച്ചു പോകുന്നു അല്ലേ. എൻഡ് ടു എൻഡ് ഒരു മാസം തുടങ്ങിയാൽ 1-ാം തീയതി തുടങ്ങിയാൽ 31-ാം തീയതി വരെ കൊണ്ടെത്തിക്കുവാനുള്ള ഓട്ടങ്ങൾ മാത്രമായിട്ട് എത്രയോ കാലങ്ങൾ. അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ആ ജോലി ചെയ്യാനുള്ള അവസ്ഥയെല്ലാം മാറി അതൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ രോഗങ്ങൾ, പിന്നെ എഴുന്നേൽക്കാൻ വയ്യ, എഴുന്നേറ്റ് നടക്കാൻ വയ്യ, ഒന്നും വയ്യ, അങ്ങനത്തെ ഒരവസ്ഥ. അത് കഴിയുമ്പോഴോ പിന്നെ കുഴിയിലേക്ക് കാല് നീട്ടിയുള്ള ഇരിപ്പ്. പിന്നെ മരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ ആയുസ് ആർക്കും അറിയില്ല, 80 ആണോ 90 ആണോ, ഏതായാലും ഒരു 50-55 വയസ്സാകുമ്പോഴേ കുഴിയിലേക്കുള്ള ഇരിപ്പ് നമ്മൾ തുടങ്ങും. അങ്ങനെയാണ് നമ്മുടെ മനസ്സിലെ കോൺസെപ്റ്റ്. 50 വയസ്സായി, 55, ഇനിയിപ്പോൾ എന്താ. അവിടെയാണ് നവരാത്രിയുടെ 4-ാം ദിവസം പറയുന്നത്, ജനിക്കുന്നത് വരെ ഏറ്റവും പവിത്രമായി നമ്മൾ ജനിക്കുന്നു. ആ ഭഗവതി നമ്മളെ ജനിപ്പിക്കുന്നു, നമുക്ക് ജന്മം നൽകുന്നു. പക്ഷേ ആ ജന്മം നൽകി കഴിഞ്ഞാൽ ഈ 4-ാമത്തെ ദിവസം നമ്മൾ 3 മാസം നമ്മളുടെ ഗർഭാവസ്ഥ പൂർത്തിയാക്കി 4-ാമത്തെ ദിവസം നമ്മൾ ജനിക്കുകയാണ്, പിറവി കൊള്ളുകയാണ്. അതായത് ഈ സഞ്ചാരം, ഭൂമിയിലേക്കുള്ള സഞ്ചാരം ഇന്ന് 3-ാം ദിവസവും 4-ാം ദിവസം പിറവി കൊള്ളുകയുമാണ്. കുഷ്മാണ്ഡ എന്ന ഭഗവതിയുടെ ആ പരാശക്തിയുടെ അണ്ഡത്തിലൂടെ ജന്മം കൊണ്ട് ആ യോനിയിലൂടെ പുറത്തേക്ക് വരുന്ന മനുഷ്യജന്മങ്ങൾ അല്ലെങ്കിൽ സകല ജന്മങ്ങളും അതിൻ്റെ പവിത്രതയെ അറിയേണ്ടുന്ന കാലം. അതാണ് ഇനി അടുത്ത 3 ദിവസങ്ങൾ. അടുത്ത 3 ദിവസത്തിലെ ഭഗവതിമാരിലൂടെ നമ്മൾ അറിയേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ജന്മം എന്നത് എത്രമാത്രം പ്രഷ്യസ് ആണ്. എന്തുകൊണ്ട് ഈ ജീവിതത്തെ നമ്മളൊരു ആഘോഷമാക്കണം, എന്തുകൊണ്ട് നമ്മൾ ഈ ജീവിതത്തെ ഒരു സാധനയാക്കണം. ആഘോഷമാക്കണം എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ആഘോഷമാക്കാം, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ. അങ്ങനെയല്ല, ഇഷ്ടമുള്ളതുപോലെ ആടുമ്പോഴാണ് നന്ദകുലത്തിലെ ആണ്ടിയെ പോലെ, നന്ദവനത്തിലെ ആണ്ടി, നന്ദകുലമോ നന്ദവനമോ ആണ് നന്ദവനം, അതിലെ ആണ്ടിയെ പോലെ തലയിൽ മൺകലവും വെച്ച് ആടി ആ മൺകലം ഇട്ട് പൊട്ടിച്ച് നശിപ്പിക്കുന്നത്.
അല്ലേ? അപ്പോൾ ഈ ജന്മത്തെ ഏറ്റവും അനുഗ്രഹീതമായി കരുതുവാൻ നമുക്ക് അവസരങ്ങൾ നൽകുന്ന, നമുക്ക് ആ ചിന്തിക്കാനുള്ള പ്രേരണകൾ നൽകുന്ന ഭഗവതിയാണ് കുഷ്മാണ്ഡ. ഇങ്ങനെ ഓവൽ ആകൃതിയിൽ, അണ്ടത്തിന്റെ ആകൃതിയിലാണ് ഭഗവതി ഉള്ളത്. ഈ ഭഗവതി കൽപ്പാന്തകാലം, കൽപ്പകാലത്തിന്റെ അന്തം, അവസാനം, ഏറ്റവും അവസാന കാലത്ത്, കൽപ്പാന്തകാലത്ത് ഭഗവതി ആ ഇരുട്ടിനെ നോക്കിയിരിക്കുകയാണെന്നാണ്. കൽപ്പാന്തകാലത്തിൽ പ്രപഞ്ചം മുഴുവൻ ഇരുട്ടങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഇരുട്ടിനെ നോക്കി നിൽക്കുന്ന ഭഗവതി ആഗ്രഹിക്കുകയാണ്, ഒരു പ്രകാശം വേണമല്ലോ, ഇവിടെ ഒരു ജീവൻ വേണമല്ലോ എന്ന്. ആ ആലോചന വന്നപ്പോൾ ഇവിടെ ജീവൻ ഉണ്ടായാൽ എത്ര രസകരമായിരിക്കും എന്ന് ഭഗവതി ഇങ്ങനെ ചിന്തിച്ചപ്പോഴേക്കും ഭഗവതിയുടെ മുഖത്തൊരു പുഞ്ചിരി ഇങ്ങനെ തെളിഞ്ഞു. ആ പുഞ്ചിരിയാണ് ആദ്യത്തെ സൂര്യൻ. ഈ പ്രകൃതി കണ്ട ആദ്യത്തെ, ഈ പ്രപഞ്ചം കണ്ട ആദ്യത്തെ വെളിച്ചം അതാണ്. ഈ വെളിച്ചം കണ്ടതോടുകൂടി ജീവൻ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും ചെറുതായി നിൽക്കുന്ന അണു അഥവാ കു, അവിടെ ഊഷ്മളമായി നിൽക്കുന്ന ആ അണ്ടം കുഷ്മാണ്ഡ. പ്രപഞ്ചത്തിലെ സർവ്വതും സൃഷ്ടിച്ചത് ആ ഭഗവതിയാണ്. ആ ഭഗവതിയുടെ പുഞ്ചിരിയാണ്, ആ ചിന്തയാണ്, ഇവിടെ ജീവൻ വേണം. ഇരുട്ട് മാത്രമായിരുന്ന കാലത്ത് ഇരുട്ട് പോരാ, പ്രകാശം വേണം. നമുക്ക് വേണ്ടി ചിന്തിച്ച ആ അമ്മയിൽ നിന്നാണ് ഇവിടെയുള്ളതെല്ലാം ഉണ്ടായി വന്നിരിക്കുന്നത്. ആരൊക്കെയാണ് ഉണ്ടായി വന്നിരിക്കുന്നത് അറിയാമോ? കുഷ്മാണ്ഡയിൽ നിന്ന്. അതിന് നമ്മൾ ആദ്യം ഈ കൽപ്പാന്ത കാലത്തെ പറഞ്ഞല്ലോ. കൽപ്പാന്ത കാലം ഇങ്ങനെ ഒരു ഭഗവതി പൊരുൾ ഇങ്ങനെ ജന്മം നൽകി പ്രകാശത്തെ നൽകി പിന്നെ അവിടെ ആ പ്രകാശം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ആദ്യം സൂര്യ തേജസ്സിനെ കാണുകയാണ്. എന്നിട്ട് ഭഗവതി ആ തേജസ്, ആ പ്രകാശത്തിൽ നിന്ന് ജന്മങ്ങളെ ഓരോന്നോരോന്നായിട്ട്, ഈശ്വരന്മാരെ ഉൾപ്പെടെ എല്ലാ ഈശ്വരന്മാരെ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ ഒക്കെ ഭഗവതി തന്നെയാണ്, ഈ കുഷ്മാണ്ഡ തന്നെയാണ് ജനിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ഭഗവതി അതുകൊണ്ട് തന്നെ കുഷ്മാണ്ഡ ദേവിയെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരുണ്ട്, സൂര്യമണ്ഡല അന്തർവർദ്ധിനി. അങ്ങനെ ഒരു പേരുണ്ട്, സൂര്യമണ്ഡല അന്തർവർദ്ധിനി. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? സൂര്യമണ്ഡലത്തിന്റെ അന്തരത്തിൽ വർത്തിക്കുന്നവളെന്നോ അല്ലെങ്കിൽ അന്തരത്തിലെ തേജസ്സിനെ വർദ്ധിപ്പിക്കുന്നവളെന്നോ കുഷ്മാണ്ഡ എന്ന നാമത്തിന് അർത്ഥമുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? സൂര്യ തേജസ്സിന്റെ ചൈതന്യം ഭഗവതിയുടെ പുഞ്ചിരിയിൽ നിന്ന് തെളിഞ്ഞു വന്നതിന് ശേഷം ഭഗവതി എല്ലാ ഈശ്വരന്മാരെയും സൃഷ്ടിക്കുകയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ ഒക്കെ പ്രസവിക്കുകയാണ് ഭഗവതി. ആ ഭഗവതി ഓരോരുത്തർക്കായിട്ട് പരാശക്തി ഓരോരുത്തർക്കായിട്ട് ജന്മം നൽകുകയാണ്. ജന്മം നൽകി അത് കഴിഞ്ഞ് ഈ പ്രകൃതി, ഇവിടെ പുഴകൾ, മലകൾ, മരങ്ങൾ ഒക്കെ ജന്മം നൽകുകയാണ്. ഒക്കെയും ഭഗവതി ജന്മം നൽകുകയാണ്. ആ കുഷ്മാണ്ഡയിൽ നിന്ന്, ആ സൂക്ഷ്മമായിട്ടുള്ള അണ്ടത്തിൽ നിന്നാണ് ഇതെല്ലാം ജനിക്കുന്നത്. പിന്നെ മനുഷ്യർ, പക്ഷികൾ, മൃഗാദികൾ, അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ ജീവൻ കൊണ്ട് നിറഞ്ഞു. പ്രപഞ്ചത്തിൽ പ്രകൃതി ഉണ്ടായി, പ്രകൃതിയിൽ ജീവനുണ്ടായി. അങ്ങനെ മനുഷ്യകുലം, ആദ്യം ഈശ്വരനുണ്ടായി, അത് കഴിഞ്ഞ് ഈശ്വരന്മാർക്കെല്ലാം ചൈതന്യങ്ങളെ കൊടുത്തുകൊണ്ട് ഭഗവതി. ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നേരെ ഭഗവതി സൂര്യമണ്ഡലത്തിലേക്ക് ചെന്ന് കുടികൊണ്ടു. സൂര്യനെയും സൃഷ്ടിച്ചു. സൂര്യനെ സൃഷ്ടിച്ചതും ഭഗവതിയാണ്. ഭഗവതിയുടെ പുഞ്ചിരിയിൽ നിന്നാണ് സൂര്യൻ ഉണ്ടായതെന്ന് പറയാം. അത് കഴിഞ്ഞ് ഭഗവതി തൻ്റെ ആ ഊർജത്തെ കൊണ്ടുവച്ചത് സൗരമണ്ഡലത്തിലാണ്. സൗരമണ്ഡലത്തിൽ കൊണ്ടുവച്ചു. ആ സൗരമണ്ഡലത്തിൽ കുഷ്മാണ്ഡ ദേവി ഇന്നും ആ ഊർജത്തെ കൊണ്ടുവച്ചത് കൊണ്ടാണ് സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. സൂര്യൻ സഞ്ചരിച്ചില്ലെങ്കിലത്തെ കാര്യം ആലോചിച്ച് നോക്കൂ. സൂര്യനിൽ സൂര്യന്റെ ഉദയവും അസ്തമയവും സംഭവിച്ചില്ലെങ്കിലത്തെ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഈ പ്രപഞ്ചത്തിലെ ജീവൻ ആ നിമിഷം, ഈ പ്രകൃതി മുഴുവനും ഒരു നിമിഷം കൊണ്ട് നിശ്ചലമാകാൻ. 7 ദിവസം സൂര്യൻ ഉദിക്കാതിരുന്നാൽ മതി ജീവനുകൾ ഇല്ലാതെയാകാൻ, ആരോഗ്യമില്ലാതെയാകാൻ. അപ്പൊ ആ സൂര്യനിൽ ഊർജമായി ആദ്യം സൂര്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് അതേ സൂര്യനിൽ ഊർജമണ്ഡലത്തിൽ ചെന്ന് ഭഗവതി കൂടിക്കൊണ്ടു. സൂര്യന്റെ തേജസ്സിന്റെ കാതൽ അഥവാ കോർ എന്ന് പറയുന്നത് കുഷ്മാണ്ഡ എന്ന ഭഗവതിയാണ്. സൂര്യനിലെ പ്രകാശവും കുഷ്മാണ്ഡയാണ്. അതുകൊണ്ടാണ് സൂര്യമണ്ഡല അന്തർവർദ്ധിനി എന്ന് ഭഗവതിക്ക് പേര് വരുന്നത്. ഈ ഭഗവതി പ്യൂരിഫിക്കേഷന്റെ, പൂർണ്ണമായ പരിശുദ്ധിയുടെ ഭഗവതി സ്വരൂപമാണ്. നമ്മളെ മുഴുവനും, നമ്മളുടെ എല്ലാ പ്രവർത്തികൾക്കും പ്രകാശവും ചൂടും. ആലോചിച്ചൊക്കെ, ചൂടില്ല എങ്കിൽ നമ്മുടെ ജീവൻ തന്നെ ഒരു ചൂടാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആണ് ചൂടുള്ളത്. ശരീരം, നമ്മൾ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് പിന്നെ ആദ്യം എന്താ സംഭവിക്കുന്നത്? അതങ്ങ് തണുക്കും, അല്ലേ? വല്ലാണ്ട് തണുക്കും. അപ്പൊ നമ്മളിലെ സത്ത്, ജീവൻ എന്ന് പറയുന്നത് ചൂടാണ്. ആ ചൂട് എന്ന് പറയുന്നത് കുഷ്മാണ്ഡ ദേവി നൽകിയതാണ് ആദ്യവും. ഇപ്പം നമ്മളിൽ നിലനിർത്തുന്നതും അതേ ഭഗവതി തന്നെ, കുഷ്മാണ്ഡയാണ്. തന്റെ ശക്തിയാൽ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച അതേ ഭഗവതി. അത് കഴിഞ്ഞിട്ട് ഭഗവതി മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ ജന്മവും നൽകി സൂര്യന്റെ തേജസ്സിലേക്ക് ഈ പ്രപഞ്ചത്തിന് വേണ്ടുന്ന എല്ലാ ഊർജത്തെയും വെച്ചതിന് ശേഷം
ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളെ സൃഷ്ടിച്ചതിന് ശേഷം പിന്നെയും ഭഗവതി ഒരു ധ്യാന ഭാവത്തിലായി. ആ ധ്യാന ഭാവത്തിൽ ഭഗവതി തൻ്റെ ഇടത് കണ്ണിൽ നിന്ന് മഹാകാളിയെ സൃഷ്ടിച്ചു. മഹാകാളിയായ ഭഗവതിയെ സൃഷ്ടിച്ചു. എന്നിട്ട് മഹാകാളി എന്ന് പേരും വിളിച്ചു. സൃഷ്ടിക്കുക മാത്രമല്ല, അങ്ങനെ പേരും വിളിച്ചു. അത് കഴിഞ്ഞിട്ടോ തൻ്റെ അടുത്ത കണ്ണിൽ നിന്ന്, വലത് കണ്ണിൽ നിന്ന് മഹാസരസ്വതിക്ക് ജന്മം കൊടുത്തു. എന്നിട്ട് മഹാസരസ്വതി എന്ന് പേരും വിളിച്ചു. ത്രിനേത്രത്തിൽ നിന്ന് നേരെ മഹാലക്ഷ്മിക്ക് ജന്മം കൊടുത്തു. അപ്പൊ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിങ്ങനെ 3 ജനനിമാർക്ക് ജന്മം കൊടുത്തതും കുഷ്മാണ്ഡയായ ഭഗവതിയാണ്. ഭഗവതിയുടെ ഇടത് കണ്ണിൽ നിന്ന് മഹാകാളി, വലത് കണ്ണിൽ നിന്ന് മഹാസരസ്വതി, ത്രിനേത്രത്തിൽ നിന്ന് മഹാലക്ഷ്മി. എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് സൃഷ്ടിയുടെ രൂപമാണല്ലോ, സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്ന രൂപമാണല്ലോ, ആ അണ്ടമാണല്ലോ, ജന്മത്തിന്റെ അണ്ടമാണല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? ഈ അണ്ടസ്വരൂപിണിയായ ഭഗവതി മഹാകാളിയിൽ നിന്ന് 2 പേരെ കൂടി പിറവി കൊള്ളാൻ അനുവാദം കൊടുത്തു. മഹാകാളിയിൽ നിന്ന് 2 പേർ കൂടി പിറവി കൊണ്ടു. അതാണ് ശിവനും സരസ്വതിയും. വിശേഷമായ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ശ്രീചക്രനിധി പോലുള്ള ഗ്രന്ഥങ്ങളിലാണ് ഭഗവതിയുടെ ചൈതന്യത്തെ ഈ വിധം വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ മഹാകാളിയിൽ നിന്ന്, അതായത് ആദ്യം കുഷ്മാണ്ഡ സ്വരൂപിണിയായ ഭഗവതി തൻ്റെ ഇടത് കണ്ണിൽ നിന്ന് മഹാകാളിയെ സൃഷ്ടിച്ച് മഹാകാളി എന്ന നാമവും കൊടുത്തു. എന്നിട്ട് മഹാകാളി ശിവനെയും സരസ്വതിയെയും സൃഷ്ടിച്ചു. മഹാകാളിയാണ് ശിവനെയും സരസ്വതിയെയും പ്രസവിക്കുന്നതെന്നാണ്. അത് കഴിഞ്ഞിട്ടോ തൻ്റെ വലത് കണ്ണിൽ നിന്ന് മഹാസരസ്വതിയെ സൃഷ്ടിച്ചു. മഹാസരസ്വതി മഹാവിഷ്ണുവിനെയും ശക്തിയെയും പാർവതിയെയും പ്രസവിച്ചു. മഹാലക്ഷ്മി ബ്രഹ്മാവിനെയും ലക്ഷ്മിയെ തന്നെയും പ്രസവിച്ചു. അതുകൊണ്ടാണ് പല ഗ്രന്ഥങ്ങളിലും നമ്മൾ മഹാവിഷ്ണുവിനെ പാർവതിയുടെ സഹോദരനായിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെയാണ്, കുഷ്മാണ്ഡയായ ഭഗവതിയിൽ നിന്ന് പിറവി കൊണ്ട ഈ 3 ഭഗവതി സ്വരൂപങ്ങളിൽ നിന്നാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരും അവരുടെ ശക്തി സ്വരൂപങ്ങളായ ലക്ഷ്മി, പാർവതി, സരസ്വതി എന്നിവരുണ്ടാകുന്നത്. എന്നാൽ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിങ്ങനെ 3 ഭഗവതിമാർക്ക് ജന്മം കൊടുത്ത കുഷ്മാണ്ഡ സ്വരൂപം. അത് കഴിഞ്ഞ് ഭഗവതി തന്നെ ഇവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്തു. ശിവപാർവതിമാരെ, ബ്രഹ്മ സരസ്വതിമാരെ, വിഷ്ണു ലക്ഷ്മിമാരെ ചേർക്കുകയും ചെയ്തു കുഷ്മാണ്ഡ സ്വരൂപിണി. അതായത് ജീവനാകുന്ന സത്യത്തിൻ്റെ ഏറ്റവും പരമമായ അറിവ് ഭഗവതി ഈ പ്രകൃതിക്കായി നമുക്കായി നൽകി എന്നർത്ഥം. അപ്പോൾ അതാണ് കുഷ്മാണ്ഡ. 4-ാം ദിവസത്തിൽ എല്ലാം ഉണ്ടായി വരികയാണ് പുതുതായിട്ട്. എല്ലാ തരത്തിലും നമ്മളിലേക്ക് പ്രകാശം, നമ്മളിലേക്ക് ഗ്രേസ് കടന്നു വരുന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ കുഷ്മാണ്ഡ ചൈതന്യം നൽകുന്നതുകൊണ്ടാണ്. നമ്മൾ ഓക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നുന്നുവെങ്കിൽ ഓക്കെ, നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ ജ്ഞാനത്തിലേക്ക് കടക്കണം. ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, കുറച്ച് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നൊരു ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ അവിടെ നമ്മളിൽ കുഷ്മാണ്ഡ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് അമ്മയുടെ ഒരു പേര് ജഗത് പ്രസൂതി. ജഗത് പ്രസൂതിയെ എന്ന് അമ്മയെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഈ ലോകത്തെ മുഴുവനും പ്രസവിച്ച അമ്മ, ഈ ലോകത്തെ മുഴുവനും പ്രസവിച്ച ഭഗവതി, അതാണ് കുഷ്മാണ്ഡ സ്വരൂപിണിയായ ഭഗവതി. നമുക്ക് ചുറ്റും അനുഗ്രഹങ്ങൾ, ദർശനങ്ങൾ, തൃപ്തി, നമുക്ക് തൃപ്തി വേണമല്ലോ ജീവിതത്തിൽ. ആ തൃപ്തി നൽകുന്നതൊക്കെ, സമാധാനം നൽകുന്നതൊക്കെ കുഷ്മാണ്ഡ എന്ന ഈ ഭഗവതിയാണ്. അപ്പോൾ അറിയുക, നമ്മൾ ആദ്യത്തെ 3 ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ ശിവനും പാർവതിയും ഒത്തുചേർന്നാൽ എന്തുകൊണ്ട് അവിടെ അത് അവസാനിച്ചില്ല? അവിടെയാണ് തുടങ്ങുന്നത്. എല്ലാ ഒടുക്കങ്ങളും തുടക്കങ്ങളാണ്, എല്ലാ തുടക്കങ്ങളും ഒടുക്കങ്ങളുമാണ്. അപ്പോൾ ശിവനും പാർവതിയും ഒന്നിച്ചു ചേരുന്നു. അവിടെ നിന്നാണ് തുടങ്ങുന്നത് ജീവിതം. അവിടെ നിന്നാണ് യഥാർത്ഥത്തിലുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ നവീനമായ പ്രകാശത്തോടു കൂടി നമുക്ക് പുതുതായിട്ടുള്ള ആത്മീയ അന്വേഷണങ്ങൾ നടത്തുവാൻ, നമുക്ക് ഈ ജീവിതത്തിൽ നമ്മളിങ്ങനെ സാധാരണമായി ജീവിച്ചു പോകുമല്ലേ, പല പല കാര്യങ്ങൾ, പല പല അടച്ചു തീർക്കേണ്ടുന്ന EMIകൾ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തിരക്ക്, വർക്ക്, പിന്നെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ടെൻഷൻ, അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള ടെൻഷൻ, അല്ലെങ്കിൽ കുടുംബത്തെ നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഇങ്ങനെ നമ്മൾ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ ചിലർക്ക് മാത്രം, എല്ലാവർക്കും അല്ല കേട്ടോ, ചിലർക്ക് മാത്രം പെട്ടെന്നൊരു ദിവസം തോന്നും, പോരാ, ഈ ജീവിതം ഇങ്ങനെ പോയാൽ പോരാ, ഞാൻ എന്തിനെയൊക്കെയോ അറിയാനുണ്ട്, ഞാൻ എന്തൊക്കെയോ മനസ്സിലാക്കാനുണ്ട്, ഈ കാണുന്ന ഞാനല്ല, എൻ്റെ അകത്തെവിടെയോ മറ്റൊരു ശക്തിയുണ്ട്,
ആ ശക്തി എന്നെ നിരന്തരമായി വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത്തരത്തിലെല്ലാം ചെയ്യുമ്പോഴും എനിക്ക് ചെയ്യാനായി മറ്റു ചിലതുണ്ട്. ഞാൻ സമാധാനത്തിന്റെ അന്തരീക്ഷങ്ങളെ അറിയണം. ഇതെല്ലാം വിട്ടുകളഞ്ഞിട്ട് പോകണമെന്നല്ല, ഉത്തരവാദിത്തങ്ങളെല്ലാം വിട്ടുകളഞ്ഞിട്ട് പോകണമെന്നല്ല. എന്നാൽ സമാധാനമായി സ്വസ്ഥമായി ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഞാൻ ആ തലത്തെ, ആ ചൈതന്യത്തെ അറിയേണ്ടതുണ്ട് എന്ന് ഒരു ദിവസം ഒരു കോൾ അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള ഒരു ചിന്തയിലൂടെ നമുക്കൊരു ഒരു ഒരു തോന്നൽ വരും. ആ തോന്നൽ വരുന്ന നിമിഷം നമ്മളിലേക്ക് ആ പെട്ടെന്ന് വേണം, എനിക്കത് ചെയ്യണം എന്ന് തോന്നുമ്പോൾ കുശ്മാണ്ഡ ഉദിച്ചുയരുന്ന ഒരു സൂര്യനിൽ നിന്ന് നമുക്ക് പ്രകാശത്തെ തരും. ഉദയം കാണുമ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഇത്ര നമ്മൾ മോട്ടിവേറ്റഡ് ആകുന്നത്. കാരണം അതിൽ കുശ്മാണ്ഡയാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതിന്റെ കാതൽ, സൂര്യ തേജസ്സിന്റെ കാതൽ കുശ്മാണ്ഡയാണ്. ദ സ്മൈലിംഗ് ഗോഡസ് എന്ന് വിശേഷിപ്പിക്കുന്ന കുശ്മാണ്ഡ നല്ലൊരു നിറഞ്ഞ പുഞ്ചിരി ഇങ്ങ് തരും. ഓരോ ഉദയം നമ്മൾ നോക്കുമ്പോഴും ആ പുഞ്ചിരി നമ്മളെ ഇങ്ങനെ അടിമുടി നമ്മളെ ഉത്സാഹഭരിതരാക്കും, നമുക്കൊരു ഉത്തേജനം നൽകും. യെസ്, ജീവിക്കണം. പക്ഷെ എങ്ങനെ ജീവിക്കണം? ഇങ്ങനെയൊക്കെ തിരക്ക് പിടിച്ചും ഒരു നിമിഷം ശ്വസിക്കാൻ പോലും മറന്നുമല്ല ജീവിക്കേണ്ടത്. പകരം ഇതേ ജീവിതത്തെ ആനന്ദകരമാക്കാൻ പറ്റും. എങ്ങനെ? അവിടെ നമ്മളുടെ ഉപാസന, സാധന തുടങ്ങും. അപ്പൊ സാധനയിലേക്ക്, ഉപാസനയിലേക്ക് വഴിതെളിക്കുന്ന ഭഗവതിയാണ് നമ്മൾ കുശ്മാണ്ഡ സ്വരൂപിണി അല്ലെങ്കിൽ കുശ്മാണ്ഡ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ ഭഗവതിയെയാണ് നമ്മൾ ഈ നവരാത്രിയുടെ 4ാമത്തെ ദിവസത്തിൽ അറിയുന്നത്. എന്താണ് കുശ്മാണ്ഡ ദേവി നമുക്ക് നൽകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലെ എല്ലാ മുറിവുകളെയും ഉണക്കുന്ന ഔഷധം. ആ ഒരൊറ്റ ചിരി കൊണ്ട്, ആ പ്രകാശം കൊണ്ട് നമ്മുടെ ഉള്ളിലെ രോഗത്തെ, നമ്മുടെ ഉള്ളിലെ മുറിവുകളെ ഒക്കെ ഹീൽ ചെയ്യാൻ, എന്നിട്ട് നമ്മളിലെ ആ തേജസ്സിനെ ഉണർത്താൻ അമ്മയ്ക്ക് സാധിക്കുന്നു. അതുപോലെയോ നമ്മളിൽ തന്നെ ശക്തി ആവുകയാണ്. അല്ലാതെ ശക്തി നമ്മൾക്ക് നൽകുകയല്ല, നമ്മൾ തന്നെ ശക്തിയായി സ്വയം പരിണമിക്കാനുള്ള എല്ലാ ഊർജവും തയ്യാറാക്കി വെക്കുകയാണ് കുശ്മാണ്ഡ ചെയ്യുക. എന്നിട്ടോ നമ്മളിൽ നമ്മളുടെ ഓജസ് എന്താണ് എന്ന് വെളിപ്പെടുത്തി തരും. ഓജസ്സും തേജസ്സും എന്ന് പറയില്ലേ, ഈ ഓജസ് എന്താണ് എന്ന് വെളിപ്പെടുത്തി തരും. എവിടെയാണ് എൻ്റെ ഓജസ് കുടികൊള്ളുന്നത്? എനിക്ക് എന്തുകൊണ്ടാണ് ആ ജീവിതത്തിൽ ഇങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ റെഗുലറായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ജീവിതത്തിൽ മടുപ്പ്, ദുഃഖം, നിരാശ ഒക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ ഓജസ് ഇല്ലാതെ ആകുമ്പോഴാണ്. പക്ഷെ നമുക്കറിയില്ല നമ്മുടെ ഓജസ് എവിടെയാണ് ഇരിക്കുന്നത്. ഞാൻ എവിടെയാണ് ശരിക്കും എൻ്റെ ആനന്ദത്തെ തിരയേണ്ടതെന്ന് അറിയില്ല. ചിലപ്പോൾ ചിലർക്ക് ചിത്രം വരയ്ക്കുന്നതിലായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് പാട്ട് പാടുന്നതിലായിരിക്കും, ചിലപ്പോൾ പാചകം ചെയ്യുന്നതിലായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് യാത്ര പോകുന്നതിലായിരിക്കും, ചിലപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിലായിരിക്കും, ഒരു പാട്ട് കേൾക്കുന്നതിലായിരിക്കും. ഇങ്ങനെ ഓരോരുത്തരുടെയും ഓജസ്സിന്റെ സ്രോതസ് എവിടെ കുടികൊള്ളുന്നു എന്ന് നമുക്കറിയില്ല. അവിടേക്ക് നേരെ പ്രകാശം, സർവ്വവിധം പ്രകാശമായി നിൽക്കുന്ന കുശ്മാണ്ഡ ദേവി അവിടേക്ക് കൊണ്ടുപോയി പ്രകാശം തരും. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഓക്കെ, എന്നെ ഹീൽ ചെയ്യാൻ, എൻ്റെ ഇപ്പോഴത്തെ ഈ ദിവസങ്ങളിൽ ഞാൻ കൊണ്ടു നടക്കുന്ന മുറിവുകളെ ഉണക്കാൻ എനിക്ക് വേണ്ടുന്ന ഓജസ് നൽകുന്ന ഭഗവതി കുശ്മാണ്ഡയായി എന്നിൽ നിരന്തരം ജനിച്ചു കൊണ്ടിരിക്കുന്ന ഊർജം, ആ അമ്മയിൽ നിന്ന് പുതിയ പുതിയ അണ്ടങ്ങളിലൂടെ പുതിയ പുതിയ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ നവീനമായി നമ്മളിങ്ങനെ പുനഃസൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. പുതുതായി നമ്മളെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നത് ക്ലാരിറ്റിയോടുകൂടി, ഏറ്റവും തെളിഞ്ഞ സമാധാനത്തോടു കൂടി നമുക്ക് ആ ഈശ്വരമൂർത്തിയെ കാണാൻ പറ്റുമ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഒരു മനോഹരമായ അവസരവും മനോഹരമായ ഒരു ആനന്ദത്തിന്റെ പ്രദേശവുമായി മാറുമ്പോൾ കുശ്മാണ്ഡ എന്ന ഭഗവതി നമ്മളെ അനുഗ്രഹിക്കുന്നു. നവദുർഗകളിൽ 4ാം ഭാഗത്ത് നിൽക്കുന്ന ഈ ഭഗവതി എല്ലാം, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ, ബ്രഹ്മാണ്ടത്തിന് മുഴുവൻ ജന്മം നൽകിയ ഭഗവതി, ഏറ്റവും പ്രസീതാത്മകമായ ഭാവത്തിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന ഭഗവതി. ഈ ഭഗവതി പുഞ്ചിരി കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ എവിടെ വന്ന് കുടികൊള്ളുന്നുവെന്നോ? അനാഹത, നമ്മളിലെ ഹൃദയപത്മത്തിൽ, നമ്മുടെ ഹൃദയത്തിലാണ് ഭഗവതി വന്ന് കുടികൊള്ളുക. അത്രയ്ക്കും നമ്മൾക്കൊരു തൃപ്തി, സന്തോഷമൊക്കെ തോന്നുന്നത് മന്ത്രം ജപിക്കുന്നതിലായാലും മന്ത്രം ജപിച്ചില്ല എങ്കിലും കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശുദ്ധബോധം എന്ന് പറയുന്നത് നമ്മളിലേക്ക് നിറയുന്നത്, ഈ പ്രപഞ്ചത്തിന്റെ മഹത്തരമായ സത്യങ്ങളിലേക്ക് നമ്മൾ ഉണരുന്നത് ഈ അനാഹത നിറയുമ്പോഴാണ്. അനാഹതയിലാണ് കുശ്മാണ്ഡയുടെ ഇരിപ്പിടം. കുശ്മാണ്ഡ സ്വരൂപിണിയായ ഭഗവതി ഇരിക്കുന്നത് അനാഹതയിൽ. അതുകൊണ്ടാണ് കുശ്മാണ്ഡ ദേവിയുടെ മന്ത്രത്തിൽ നമുക്ക് വിശേഷമായിട്ട് കൈകളിലിരിക്കുന്ന പാത്രങ്ങളെക്കുറിച്ച് പറയുന്നത്. ഭഗവതിയുടെ കൈകളിൽ നിരവധിയായ പാത്രങ്ങളുണ്ട്. അതിൽ ഒന്നിൽ രക്തവും മറ്റൊന്നിൽ അമൃതുമാണ് ഉള്ളത്.
സുരാ സമ്പൂർണമായി നിൽക്കുന്ന ഒരു കലശം, രുധിരം രക്തം നിൽക്കുന്ന മറ്റൊരു കലശം. പല കൈകളോടുകൂടി നിൽക്കുന്ന ഭഗവതിയുടെ കൈകളിൽ ഈ കലശങ്ങൾ എങ്ങനെ വരുന്നു? ഒന്നിൽ അമൃതും മറ്റൊന്നിൽ രക്തവും എങ്ങനെ വരുന്നു? തിരുമാന്താംകുന്നിലെ ഭഗവതി ഉണ്ടല്ലോ, മലപ്പുറത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട് തിരുമാന്താംകുന്ന്. തിരുമാന്താംകുന്നിൽ അമ്മയും കയ്യിലൊരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൽ ഒരു വിശ്വാസമുണ്ട്. ഈ പാത്രത്തിൽ തിന്മ ചെയ്യുന്നയാൾ നോക്കിയാൽ രക്തവും നന്മ ചെയ്യുന്നയാൾ നോക്കിയാൽ അമൃതും കാണാമെന്ന്. അപ്പോൾ അതുപോലൊരു വിശ്വാസമുണ്ട് തിരുമാന്താംകുന്നിൽ. അപ്പോൾ അതുപോലെയാണോ കുഷ്മാണ്ഡ ദേവിയുടെ കയ്യിലിരിക്കുന്ന കലശത്തിൽ ഒന്നിൽ രക്തവും ഒന്നിൽ അമൃതും ഇരിക്കുന്നത്? ഇത് നന്മ തിന്മകളെയാണോ പറയുന്നത്? അല്ല. രക്തം പറയുന്നത് ജന്മത്തെയാണ്. എപ്പോഴും നമ്മൾ നോക്കാം, തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം, ക്ഷേത്ര മതിലിൽ തന്നെ ചുവപ്പും വെള്ളയും ഇങ്ങനെ അടുക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഭസ്മവും കുങ്കുമവും തൊടുന്നത് വിശേഷമായി കരുതുന്നത്, എന്തെങ്കിലും ഒരു പ്രത്യേകമായ സാധനാകർമ്മത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഭസ്മവും കുങ്കുമവും തൊടുന്നതൊക്കെ ചുവപ്പ് ജീവന്റെ പ്രതീകമാണ്, ജീവനാണ്. നമ്മളുടെ ഈ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ജീവിതത്തെയാണ് ചുവപ്പ് പ്രതിദാനം ചെയ്യുന്നത്. നമ്മൾ അറിയേണ്ടുന്ന ആ പരബ്രഹ്മത്തിലേക്കുള്ള നമ്മുടെ ജ്ഞാനമാണ് വെളുപ്പ് പ്രതിദാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചുവപ്പും വെളുപ്പും ആ ഒരു കോമ്പിനേഷൻ എപ്പോഴും വരുന്നത്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെ ചുവപ്പും വെളുപ്പും. അപ്പോൾ ആ ചുവപ്പ് ജീവന്റെ പ്രതീകമാണെന്ന് പറയുമ്പോൾ ഭഗവതി തൻ്റെ ഒരു പാത്രത്തിൽ പിടിച്ചിരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന ജന്മങ്ങളാണ്, ഇനി വരാനിരിക്കുന്ന ശരീരങ്ങളാണ്. മനുഷ്യര്, പക്ഷികൾ, മൃഗങ്ങൾ, വിത്തുകൾ, നെല്ല്, മരങ്ങൾ, കായ്കൾ എല്ലാമാണ്. അതിലെ ജീവന്റെ ഘടകമാണ് ആ കയ്യിലിരിക്കുന്നത്. അമൃതോ, ജന്മം ഉണ്ടായാൽ മാത്രം പോരല്ലോ. നമ്മൾ പറഞ്ഞില്ലേ, ആദ്യത്തെ 3 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ജന്മം എടുക്കുന്നു. പക്ഷേ പിന്നെയുള്ള കാലത്തല്ലേ ജീവിക്കേണ്ടത്, നന്നായി ജീവിക്കേണ്ടത്. ആ ആ അമൃത് എന്താണെന്ന്, ഈ ജീവിതം എന്നത് അമൃതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കേണ്ടത്. അപ്പോൾ ആ അമൃത് പകർന്നു തരുന്നത് കുഷ്മാണ്ഡ. ശരിക്കും ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു അമൃത് പകർന്നു തരികയും മരണമില്ലാതെ ഇരിക്കട്ടെ എന്നുള്ള അനുഗ്രഹം ലഭിക്കുകയും അല്ല ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങളെ നമ്മൾ ആനന്ദമാക്കുന്ന ബോധത്തെ നമുക്ക് തരുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ദുഃഖിക്കുന്നത്? എന്തിനാണ് വേദനിക്കുന്നത്? എന്തിനാണ് അനാവശ്യമായ ആങ്സൈറ്റീസിലേക്ക് പോകുന്നത്? ഓരോ കാലത്ത് ഓരോരോ ടെൻഷൻസ് നമ്മൾ എന്തിനാണ് എടുത്തു വെക്കുന്നത്? എല്ലാത്തിനെയും ഒരു സമചിത്തതയോടെ, തൃപ്തിയോടെ കാണാൻ നമുക്ക് ശ്രമിച്ചുകൂടെ? ഒന്നിലും പ്രത്യേകമായി നമുക്ക് റോളില്ല, ഇതൊക്കെ ഡിസൈൻഡ് ആണെന്ന് വിചാരിക്കാം. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന റോൾ ഭംഗിയായിട്ട് ചെയ്യുക. അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക, ഏറ്റവും ഉണർവുള്ള രീതിയിൽ ചെയ്യുക. അത്രയല്ലേ ഉള്ളൂ നമ്മളുടെ ഉത്തരവാദിത്വം. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുക. അതല്ലേ വേണ്ടത്. അതാണ് കുഷ്മാണ്ഡ എന്ന കുഷ്മാണ്ഡ സ്വരൂപിണിയായ ഭഗവതി നമുക്ക് പറഞ്ഞു തരുന്ന തത്വങ്ങളെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ഇങ്ങനെ ഉൾക്കൊള്ളാം. ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കിനി ഭഗവതിയുടെ ചിത്രത്തെ, കുഷ്മാണ്ഡ സ്വരൂപിണിയുടെ ചിത്രത്തെ ഒന്ന് കാണാം. ഭഗവതി നോക്കാം, കൈകളിൽ പുഷ്പവും അതുപോലെ തന്നെ ആയുധങ്ങളും ഒക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ 2 പാത്രങ്ങൾ. ഇതിലെ ഈ കൈകളിലുള്ള ഓരോന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. അത് ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ചില പ്രതീകങ്ങൾ മാത്രമാണ് നിർബന്ധമായും ഉണ്ടാകേണ്ടത്. അതിൽ കുഷ്മാണ്ഡ എന്ന ദേവിയുടെ കയ്യിൽ 2 പാത്രങ്ങൾ ഉണ്ടാകും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് കുഷ്മാണ്ഡ സ്വരൂപിണി? ശരിക്കും നമ്മൾ ഈശായില്, കോയമ്പത്തൂർ ഈശായില് ലിംഗഭൈരവി എന്ന് പറഞ്ഞ അവർ ഉപാസിക്കുന്ന ദേവി കുഷ്മാണ്ഡയാണ്. പൂർണ്ണമായും കുഷ്മാണ്ഡ ശരിക്കും ഓവൽ ആകൃതിയിലുള്ള അണ്ടസ്വരൂപിണിയായ ഭഗവതിയാണ്. അതിനെ ഭഗവതി രൂപത്തിൽ നമ്മൾ ഉപാസിക്കുമ്പോൾ ഇങ്ങനെയാണ് ഭഗവതി ഉണ്ടാകുക. 2 കൈകളിലായിട്ട് 2 കലശങ്ങൾ ഉണ്ടാകും. ഈ കലശങ്ങളിൽ ഒന്നിൽ അമൃതും മറ്റൊന്നിൽ രക്തവുമാണ്. അത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്നുള്ള അർത്ഥത്തിലല്ല. രക്തം ജീവനും അമൃത് ആ ജീവനെ നിലനിർത്തേണ്ടതിന്റെ, ശരിയായ രീതിയിൽ ആ ജീവനെ നിലനിർത്തേണ്ടതിന്റെ ആ ഒരു ഔഷധവുമാണ്. ജന്മമുണ്ടായത് കൊണ്ട് കാര്യമുണ്ടോ? ജന്മമുണ്ടായി, നമുക്കൊരു വളരെ വിശേഷമായൊരു ജന്മമുണ്ടായി, ഒരുപാട് അറിവുകളുള്ള അല്ലെങ്കിൽ ഒരുപാട് നന്മകൾ ചെയ്തൊരു ദേശത്ത് നമുക്ക് ജനിക്കാനായി, ഭാരതം പോലൊരു ദേശത്ത് ജനിക്കാനായി. ആ ഭാരതം പോലൊരു ദേശത്ത് ജനിക്കുന്നു, ഇവിടുത്തെ ഇത്രയും ധർമ്മങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ജനിച്ചു വീണു. പക്ഷെ നമ്മൾ ഇതൊന്നും അറിയാൻ അവസരമോ അല്ലെങ്കിൽ ശ്രമമോ നടത്തുന്നില്ല. ഇതൊന്നും അറിയാൻ വേണ്ട നമുക്ക്. നമ്മളിങ്ങനെ സാധാരണ പോലെ ജീവിച്ച് മരിച്ചു പോയാൽ, ജീവനുണ്ടായി, ജന്മമുണ്ടായി, സ്വാഭാവികമായി എന്താ പറയുക, ജനിച്ചു, ജീവിച്ചു, ഉണ്ടു, ഉറങ്ങി, ഒടുവിൽ കാലം കുറെ കഴിഞ്ഞപ്പോൾ മരിച്ചു. അങ്ങനെ ഒരു ജന്മം വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? പലപ്പോഴും പലരും പറയും, ഈ ശരീരം ഭാരാണ്, ആത്മീയമായ ചിന്തകളിലേക്ക് പോകുമ്പോൾ മായയാണ് ശരീരം, മായയിൽ നിന്ന് ഒഴിവായി നിൽക്കണേ, മായയിൽ നിന്ന് ഒഴിവായി നിൽക്കണേ. മായ സാക്ഷാൽ ഭഗവതിയാണ്. അതിൽ നിന്ന് ഒഴിവാകുകയല്ല, മായ ഭഗവതിയാണെന്നും മായ തന്നെയാണ് ശുദ്ധവിദ്യയാകുന്നതെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവുകയാണ് വേണ്ടത്.
ആ ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. മുന്നോട്ട് നയിക്കാനുള്ള ശക്തി. എത്ര വയസ്സോ ആയിക്കൊള്ളട്ടെ, 90 വയസ്സായിക്കോട്ടെ, 95 വയസ്സായിക്കൊള്ളട്ടെ, നമുക്കപ്പോഴും ജീവിക്കാൻ, ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കുവാനുള്ള ഊർജം, ഓജസ് നമ്മളിലുണ്ട്. അത് കുഷ്മാണ്ഡയായ ഭഗവതി നമ്മളിൽ നൽകുന്നുണ്ട്. ആ കോൺഫിഡൻസ് മാത്രം നമ്മളിൽ ഉണ്ടായാൽ മതി. എന്ത് തരം രോഗവുമായിക്കൊള്ളട്ടെ, ഏത് വിധത്തിലുള്ള രോഗമായിക്കൊള്ളട്ടെ, ഏത് വിധത്തിലുള്ള പ്രായം ഏത് തരത്തിലായിക്കൊള്ളട്ടെ, ഏത് വിധത്തിലുള്ള അവസ്ഥ ആയിക്കൊള്ളട്ടെ, പക്ഷെ ജീവിക്കാൻ, ഈ ജീവിതത്തെ ആനന്ദമാക്കാൻ, ഏറ്റവും വിടർന്ന് അതിലേക്ക് നിൽക്കാൻ നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള അവകാശമുണ്ട്, അതിനുള്ള വഴികളുണ്ട്. ആ വഴികളാണ് കുഷ്മാണ്ഡ എന്ന ഭഗവതി തുറന്നു തരുന്നത്. നമ്മളിലെ ഭാരതീയമായ സങ്കല്പങ്ങളെല്ലാം ഈ നന്മകളെയാണ് പറഞ്ഞു തരുന്നത്. വെറുതെ ഭയപ്പെടുത്തുകയോ അല്ലെങ്കിൽ വെറുതെ ആചാരങ്ങൾ ഒതുങ്ങി നിൽക്കുകയോ അല്ല ചെയ്യുന്നത്. ഏറ്റവും സൂക്ഷ്മമായ വലിയ അറിവുകളെ, സയന്റിഫിക് ആയിട്ട് നമുക്ക് കൃത്യമായി പ്ലേസ് ചെയ്യാൻ പറ്റുന്ന അറിവുകളെയാണ് പകർന്നു തന്നിരിക്കുന്നത്. ആരെങ്കിലും ഒരാൾ ചെയ്തു, അത് നിങ്ങൾ ഫോളോ ചെയ്യൂ എന്നുള്ള രീതിയുമല്ല. നമ്മൾ സ്വയം കണ്ടെത്തിക്കൊണ്ടേയിരിക്കുക. അവനവൻ്റെ അവസ്ഥകൾക്കനുസരിച്ച്, അവനവൻ്റെ മാനസികമായിട്ടുള്ള നിലകൾക്കനുസരിച്ച്, ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക, നവീകരിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് ഭഗവത്ഗീത ഓരോരുത്തർ വായിക്കുമ്പോൾ, ഓരോരോ മാനസികാവസ്ഥയിൽ ഭഗവത്ഗീത എടുത്ത് വായിച്ചു നോക്കൂ. അപ്പോഴേത് മാനസികാവസ്ഥയോ അതിൻ്റെ ഉത്തരം അവിടെ ഉണ്ടാവും. എല്ലാ കാലത്തിലേക്കും, എല്ലാ അവസ്ഥകളിലേക്കും, എല്ലാ ചിന്തകളിലേക്കുമുള്ള ഗ്രന്ഥങ്ങളുള്ള, അത്തരം അർത്ഥങ്ങൾ സൂക്ഷിക്കുന്ന ഭാരതഭൂമിയിൽ ജനിക്കുവാനായത്, ഇവിടെ ഈ തത്വങ്ങളെയൊക്കെ മനസ്സിലാക്കുവാനായത്, ഇവിടെ ഈ നവരാത്രി ദിവസങ്ങളിൽ പങ്കുചേരുവാനാകുന്നത്, ഓണവും വിഷുവും ദസറയും ഒക്കെ ഘോഷിക്കുവാനാകുന്നത്, ഇവിടെ ഈ ഋഷിമാർ പറഞ്ഞു തന്ന സംസ്കൃതിയെ നെഞ്ചോട് ചേർക്കാനാകുന്നത് ഒക്കെ മഹാഭാഗ്യം. അതിൽ വേണം ഉണരാൻ, അതിൽ വേണം ജീവിതത്തെ അനുനിമിഷം ആഘോഷമാക്കാൻ, ആനന്ദമാക്കാൻ. ഈ നവരാത്രികൾ നമ്മളെ അങ്ങനെയാണ് ഉണർത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ നവരാത്രികളിലേക്ക് നമ്മൾ അങ്ങനെയാണ് ചെന്നെത്തേണ്ടതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കുഷ്മാണ്ഡ എന്ന ഭഗവതി 4-ാം ദിവസത്തിൽ, നവരാത്രി നാളിൽ 4-ാം ദിവസത്തിൽ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ജന്മം നൽകിയ അമ്മയായി നിലകൊള്ളുകയാണ്. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ജന്മം നൽകിയ അമ്മയായി. അതാണ് ഭഗവതിയുടെ മന്ത്രം കൂടി നമുക്കൊന്ന് നോക്കാം. നവരാത്രിയിലെ എല്ലാവരും ജപിക്കുന്ന മന്ത്രം തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ മന്ത്രം ജപിക്കുമ്പോഴും ഈ പിന്നിൽ ഇത്രയും ഉണ്ട്, കുഷ്മാണ്ഡ എന്ന ഭഗവതി സത്യത്തിന് മുന്നിൽ ഇത്രയൊക്കെ നമുക്ക് പറയാനുണ്ട് എന്നും ഇത്രയൊക്കെ നമ്മൾ ഉൾക്കൊള്ളാനുണ്ട് എന്നും, ജീവിതം എന്നത് നവീനമായി തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകതയെ നമ്മൾ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കണമെന്നും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ കുഷ്മാണ്ഡ സ്വരൂപിണിയെ അടുത്തറിയാൻ. മന്ത്രം കൂടി നമുക്ക് നോക്കാം. സുരാസമ്പൂർണ കലശം രുദ്രാപ്ലുതമേവച ദധാന ഹസ്തപത്മാഭ്യാം കുഷ്മാണ്ഡ ശുഭദാസ്തുമേ. സുരാസമ്പൂർണമായ ഒരു കലശം, അമൃതം നിറഞ്ഞു നിൽക്കുന്ന ഒരു കലശം, രുദ്രാപ്ലുതമേവച അതുപോലെ തന്നെ രുദ്രം നിറഞ്ഞു നിൽക്കുന്ന മറ്റൊന്നും. ഇങ്ങനെ ഇത് മാത്രമല്ല, ഹസ്തത്തിൽ പത്മങ്ങൾ കൂടി ചേർത്ത് നിൽക്കുന്ന കുഷ്മാണ്ഡ സ്വരൂപിണിയായ ഭഗവതി ശുഭദാസ്തുമേ, ശുഭം നൽകുക, സർവ്വവിധമായ മംഗളങ്ങൾ നൽകുക എനിക്ക്, ഈ പ്രപഞ്ചത്തിന്. അതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഇതാണ് കുഷ്മാണ്ഡ സ്വരൂപിണിയെ അറിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം. അപ്പോൾ നാളെ നിങ്ങൾ ഈ പ്രാർത്ഥനയാണ്, നിങ്ങൾ രാവിലെ ദീപം തെളിയിക്കുന്നുണ്ടെങ്കിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നവരാത്രിയെക്കുറിച്ചുള്ള ഓർമ്മ വരുമ്പോൾ കുഷ്മാണ്ഡ സ്വരൂപിണിയെക്കുറിച്ച് ഈ പറഞ്ഞതെല്ലാം മനസ്സിലോർക്കുക, എന്നിട്ട് ഈ മന്ത്രം ജപിക്കുക. അത് കഴിഞ്ഞാലോ നേരെ നമ്മൾ വൈകുന്നേരത്ത്, സന്ധ്യാനേരത്താണ്, നവരാത്രികളിൽ രാത്രികാലത്തിന് വലിയ പ്രാധാന്യമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രാത്രിയിൽ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ ഈ സങ്കല്പങ്ങളെല്ലാം കൊണ്ടുവരിക. കൊലു ഒരുക്കിയിട്ടുള്ളവരെ, കലശം വെച്ചിട്ടുള്ളവരൊക്കെ ആ കലശം വെച്ചതിൻ്റെ പൂജകളും അതുപോലെ തന്നെ എല്ലാം വിശദമായിട്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഊർജത്തെ അറിയുക. ചിലയിടങ്ങളിൽ കലശം 3 ദിവസത്തിലൊരിക്കൽ മാറ്റി, കലശത്തിലെ ജലം 3 ദിവസത്തിലൊരിക്കൽ മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ കലശം അനക്കാതെ 9 ദിവസവും വെക്കുന്നതാണ് പൊതുവിൽ കണ്ടുവരുന്ന രീതി കേട്ടോ. 9 ദിവസവും ആ കലശം അനക്കില്ല, അങ്ങനെ തന്നെ വെക്കും. വളരെ റയറായിട്ടുള്ള ചില സമ്പ്രദായങ്ങളിൽ മാത്രം 3 ദിവസം കൂടുമ്പോൾ കലശമെല്ലാം മാറ്റിയിട്ട് ഒന്നുകൂടി കലശസ്ഥാപനം വെക്കും. പക്ഷേ 9 ദിവസവും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ആ കലശം അങ്ങനെ തന്നെ ഇരുന്നു കൊള്ളട്ടെ, കലശത്തെ അനക്കണ്ട. കലശം ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇളക്കുന്നത് നമ്മളുടെ ഒരു രീതിക്ക് അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ അത് പൂർണ്ണമാകുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് കലശം, അപ്പോൾ പലരും സംശയം ചോദിച്ചു, ഇത് 3 ദിവസം കഴിഞ്ഞിട്ട് മാറ്റണോ വെള്ളം, 4 ദിവസം കഴിഞ്ഞിട്ട്? വേണ്ട, ആ ജലം അങ്ങനെ തന്നെ ഇരുന്നു കൊള്ളട്ടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ വിശേഷ ചൈതന്യങ്ങളെ അറിഞ്ഞുകൊണ്ട്, വിശേഷാലുള്ള കുഷ്മാണ്ഡ സ്വരൂപത്തെ അറിഞ്ഞുകൊണ്ട് ഇനി ദശമഹാവിദ്യകളിലേക്ക് കടക്കുകയാണ്.
നമ്മൾ ഈ 9 രാത്രികളിൽ 9 ദുർഗമാരെ അറിയുന്നതിനോടൊപ്പം തന്നെ ദശമഹാസാന്നിധ്യത്തെക്കുറിച്ച്, ദശമഹാവിദ്യകളെ കുറിച്ച് കൂടി അറിയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ദശമഹാവിദ്യകളിൽ നമ്മൾ ഇന്ന് പറയുന്ന ഭഗവതി ഭുവനേശ്വരി, ഭുവനത്തിന്റെ മുഴുവൻ ഈശ്വരിയായ ഭഗവതി ഭുവനേശ്വരി. ഭുവനേശ്വരിയെ കുറിച്ച് നമുക്ക് അധികമൊന്നും പറയാനില്ല ഇന്ന്. കാരണം എന്ന് വെച്ചാൽ എന്താണോ കുഷ്മാണ്ഡ അത് തന്നെയാണ് ഭുവനേശ്വരി. ദശമഹാവിദ്യകളിൽ നവദുർഗകളിൽ കുഷ്മാണ്ഡയായി നിൽക്കുന്ന ഭഗവതിയുടെ അതേ സങ്കല്പം തന്നെ ദശമഹാവിദ്യകളിൽ ഭുവനേശ്വരിയായി നിൽക്കുന്നു. അവിടെ മാറുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ചൈതന്യവത്തായ ഭാവത്തിൽ ത്രിപുരസുന്ദരി ഉണ്ടായിരുന്നുവെന്നും ത്രിപുരസുന്ദരി നിർദ്ദേശിച്ചതിന് പ്രകാരം 3 ലോകങ്ങളിൽ ആ ഭുവനത്തെ മുഴുവനും സൃഷ്ടിക്കുവാൻ ഈശ്വരി സ്വയം തയ്യാറായി എന്നും അതുകൊണ്ടാണ് ഭുവനേശ്വരി എന്ന ഭാവം വന്നിരിക്കുന്നത്. ഒന്ന് ഓർത്തു കൊടുക്കുക, നമ്മളെ ക്ഷേത്രങ്ങൾ, നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് പരദേവതാ സങ്കല്പങ്ങൾ ഉണ്ടാവും അല്ലെ? പരദേവത എല്ലാവർക്കും ഉണ്ടാവും. അധികം തറവാടുകളിലെയും പരദേവത എന്ന് വിശേഷിപ്പിക്കുന്നത് ഭുവനേശ്വരിയാണ്. ഇപ്പൊ അധികം ആർക്കും നമുക്ക് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലെ പരദേവത ആരെന്നറിയില്ല, കുലദേവത ആരെന്നറിയില്ല, പരദേവത പ്രത്യേകിച്ചും പരദേവത ആരെന്നറിയില്ല എങ്കിൽ അവർ ഭുവനേശ്വരിയെ ഉപാസിച്ചു തുടങ്ങിയാൽ ആ പരദേവതയുടെ ഉപാസന മുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. കാരണം പര എന്ന സങ്കല്പത്തിൽ നിന്ന് ദേവതാഭാവത്തിലേക്ക് വന്ന് പിന്നെ ജന്മം നൽകിയതാണ് ഇതെല്ലാം, അല്ലേ? ആ ഒന്നുമില്ലായ്മയുടെ സൂചനകളാണ് ഈ പര എന്ന വാക്ക്. ആ നത്തിങ്നെസ്, പ്രപഞ്ചത്തിൽ ഒന്നുമില്ലാതിരുന്നിടത്ത് നിന്ന് ദേവതാരൂപം സൃഷ്ടിച്ചെടുത്ത്, അല്ലെങ്കിൽ ദേവതകളെയും ദേവന്മാരെയും ഈശ്വരന്മാരെയും എല്ലാം സൃഷ്ടിച്ചെടുത്ത ആ പരാശക്തി സ്വരൂപത്തെ അറിയുമ്പോൾ പരദേവത ഭുവനേശ്വരിയായും മാറുന്നു. അപ്പൊ കുഷ്മാണ്ഡയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞുവോ അത് തന്നെയാണ് ഭുവനേശ്വരി. പക്ഷെ ഭുവനേശ്വരിയുടെ സങ്കല്പം വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഭുവനത്തിനെ മുഴുവനും സൃഷ്ടിച്ച് അതിൻ്റെ മുഴുവനും ഐശ്വര്യങ്ങൾക്ക് കാരണമായി നിലകൊള്ളുന്ന ഭഗവതി സുവർണ നിറത്തിലാണ് തിളങ്ങുന്നത്. അതാണ് മഞ്ഞ നിറമാണ് ഭഗവതിക്ക്, സ്വർണത്തിന്റെ നിറം. അപ്പോൾ കുഷ്മാണ്ഡയും ഭുവനേശ്വരിയും ഒത്തുചേരുമ്പോൾ മഞ്ഞയും പച്ചയും, അതായത് കുഷ്മാണ്ഡ ഇരിക്കുന്നത് അനാഹത ചക്രത്തിലാണെന്ന് പറഞ്ഞല്ലോ നമ്മൾ. അനാഹത ചക്രത്തിന്റെ ഊർജ്ജത്തിലാണ് കുഷ്മാണ്ഡ എന്ന ഭഗവതി ഇരിക്കുന്നത്. ഭുവനേശ്വരി ആകുമ്പോൾ ഹിരണ്യഗർഭ, അതായത് സുവർണ നിറത്തിൽ ആ ഗർഭസ്വരൂപിണി, അല്ലെങ്കിൽ ഗർഭത്തിലേക്ക് എല്ലാവരെയും വഹിച്ചെടുത്ത ഭഗവതിയെ സുവർണ നിറത്തിലാണ് പ്രത്യേകിച്ച് പറയാറുള്ളത് ഭുവനേശ്വരിയെ. ആ ഒരു ഉരുകിയ സ്വർണത്തിന്റെ നിറം എന്ന് പറയാകുന്ന മഞ്ഞ നിറം. അപ്പോൾ ഭുവനേശ്വരി, മഞ്ഞയും പച്ചയും ഇവിടെ ഒത്തുചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ ദിവസത്തിന്റെ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നത്. അപ്പോൾ ഭുവനേശ്വരി, ഓം ഭുവനേശ്വരിയെ നമ എന്ന മന്ത്രത്തോടു കൂടി നമ്മൾ ഭുവനേശ്വരി, നമ്മളുടെ അധികം പേരുടെയും പരദേവത, തറവാടുകളിൽ ഉപാസിക്കുന്ന മൂർത്തി ഭുവനേശ്വരി ആയിരിക്കും. താന്ത്രിക വിധി പ്രകാരവും കൂടുതലായി ഉപാസിക്കുന്ന ഒരു മൂർത്തിയാണ് ഭുവനേശ്വരി. എന്നാൽ ഈ ഭുവനേശ്വരിയെ നമുക്ക് മറ്റൊരു ഭാവത്തിൽ അറിയാം. എങ്ങനെയെന്നറിയാമോ? കൃഷ്ണ സഹോദരിയായ യോഗമായയായത് ഭുവനേശ്വരിയാണ്. കൃഷ്ണ സഹോദരിയായ ജന്മം, നമ്മൾ ഓരോ കൃഷ്ണാഷ്ടമി ആഘോഷിക്കുമ്പോഴും യഥാർത്ഥത്തിൽ അത് യോഗമായയുടെ ജന്മദിനം കൂടിയാണ്, യോഗമായ അഷ്ടമി കൂടിയാണല്ലോ. കൃഷ്ണൻ ജനിച്ച അതേ ദിവസം തന്നെയല്ലേ യോഗമായയും പിറവി കൊണ്ടത്. ആ യോഗമായയായി പിറവി കൊണ്ടത് ഭുവനേശ്വരിയാണ് എന്നതും ഒരു പഠിച്ചിരിക്കേണ്ട, ജ്ഞാനത്തിലേക്ക് ചേർക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കംസൻ എടുത്തുയർത്തിയ ഉടനെ ആകാശത്തിലേക്ക് ഉയർന്ന് നിന്നത് ഭഗവതി. ഈ ഭുവനത്തിന്റെ മുഴുവൻ ഈശ്വരി, ഉയർന്ന തലങ്ങളിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഭഗവതി, അതാണ് ഭുവനേശ്വരി. അപ്പോൾ സ്വർണ്ണ നിറമുള്ള ഭഗവതി. അപ്പോൾ ഭുവനേശ്വരിയെയും അതുപോലെ തന്നെ കുഷ്മാണ്ഡ സ്വരൂപിണിയെയും ഉള്ളിലറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ നവരാത്രി ദിവസം വിശേഷമായി ഉൾക്കൊണ്ട് വിശേഷമായി അറിഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ ചൈതന്യങ്ങളെ നമുക്ക് നിറഞ്ഞ് ഉള്ളിലെ ചൈതന്യധാരകളിൽ നമുക്ക് നവരാത്രിയുടെ 4ാമത്തെ ദിവസത്തെ നാളെ ക്ഷണിക്കാം. ഇന്ന് 3ാം ദിവസമാണ്. കേൾക്കുന്നവരിൽ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പിന്നെയും പറയുന്നത്. നവരാത്രിയുടെ 3ാം ദിവസമാണ്. പക്ഷെ നമ്മളുടെ ഈ നവരാത്രി ഉപാസന തുടങ്ങിയിട്ട് 4ാം ദിവസമാണ്. 4ാം ദിവസം നമ്മൾ നാളെ ഉപാസിക്കേണ്ടുന്ന മൂർത്തികളെ കുറിച്ചാണ് പറഞ്ഞത്. അത് കുഷ്മാണ്ഡയാണ് നവദുർഗകളിൽ. പൊതുവിൽ ഭാരതം മുഴുവനും നാളെ ഉപാസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കുഷ്മാണ്ഡ സ്വരൂപിണിയാണ്. പക്ഷെ നമ്മളുടെ ഈ ഉപാസനയിലൂടെ നമ്മൾ ദശമഹാവിദ്യകളെ കുറിച്ചുകൂടി അറിയാൻ ശ്രമിക്കുമ്പോൾ അതിൽ 4ാം ഭാവത്ത് 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭഗവതി ഭുവനേശ്വരിയും കുഷ്മാണ്ഡയും ഒരേ ചൈതന്യത്തിന്റെ 2 ഭാവങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. ഭുവനേശ്വരിയെ കുറിച്ച് പിന്നെയും നമുക്ക് അധികം കൂടുതൽ പറയാം. ഭുവനേശ്വരിയുടെ ഉപാസനയൊക്കെ വിശേഷമായ രീതിയിലുള്ളതാണ്. അത് നമുക്ക് വേറൊരു സമ്പ്രദായത്തിൽ തന്നെ പറയാനുണ്ട്. പക്ഷെ അത് പറയാൻ ഒരുപാട് സമയമെടുത്താൽ മാത്രം പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ചൈതന്യമായതുകൊണ്ട് നവരാത്രി കാലത്തിന്റെ നമ്മൾ കുഷ്മാണ്ഡയിലൂടെ
ഭുവനേശ്വരിക്കും അതേ ഭാവങ്ങൾ തന്നെയാണ്, ആ ജന്മം നൽകുന്ന ഭാവം തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നവരാത്രിയെ വരവേൽക്കാം. കേട്ടിരുന്നതിന്, ശ്രദ്ധിച്ചതിന് നിങ്ങൾ ഓരോരുത്തരുടെയും പാദം തൊട്ട് വന്ദിക്കുന്നു. നവരാത്രിയുടെ ഈ ഭഗവതി ഭാവങ്ങളെ അറിയുവാൻ അവസരം നൽകുന്നതിന്, വീണ്ടും വീണ്ടും പറയുവാൻ സാധിക്കുന്നതിന്, എപ്പോഴും നിങ്ങൾ കേൾക്കുവാനുള്ളത് കൊണ്ടാണ് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എന്നും കടപ്പെട്ടിരിക്കുന്നു. പാദം തൊട്ട് നമസ്കരിക്കുന്നു. ശ്രീമാത്രേ നമഃ.